മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ മറ്റൊരു തെളിവായി നമുക്ക് മനസ്സിലാക്കാവുന്നത് അവിടുത്തെ പ്രതികരണങ്ങളിലെ അസാമാന്യതകളാണ്. അസാമാന്യമായ മാന്യത പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, സംസാരത്തിൽ, സ്വഭാവത്തിൽ, പ്രതികരണങ്ങളിലൊക്കെ നിഴലിച്ചിരുന്നു. നമുക്ക് ചില ചരിത്ര മുഹൂർത്തങ്ങളെ ഓർത്തെടുത്തു മാത്രം പോകാം, വിശദീകരണം ഒഴിവാക്കാം. പലതും നമ്മുടെ മുൻഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ചതുമാണ്. ഒന്ന് അവിടുത്തെ നീതിബോധത്തെ കുറിക്കുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്തു തന്നെ ഒരു ഹിൽഫുൽ ഫുദൂൽ എന്നൊരു നീതി സംഗമം നടന്നിട്ടുണ്ട് മക്കയിൽ. വിദേശികളായ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിനെതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മക്കയിലെ ഒരു വിഭാഗം ധാർമ്മികതയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയ സംഗമമാണ് ഹിൽഫുൽ ഫുദൂൽ. അതിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുണ്ട്. ആ നാട്ടിലെ ഏറ്റവും ധർമ്മനിഷ്ഠയുള്ള വ്യക്തിത്വങ്ങളിൽ പുണ്യനബി ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് ബോധ്യമാകുന്ന കാര്യമാണ്. മറ്റൊരു സംഭവം നമുക്കൊക്കെ അറിയാലോ. അബൂജഹൽ ഒരു തൊഴിലാളിക്ക് നീതി നിഷേധിച്ചു. ഈ തൊഴിലാളി പുണ്യനബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ആളുകൾ പരിഹസിച്ചു. നീ മുഹമ്മദിൻ്റെ അടുത്ത് പോയി പറഞ്ഞോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. കാരണം ദുർബലനാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായി പീഡനങ്ങൾ സഹിക്കുകയാണ് അനുയായികൾ. ആ സമയത്ത് മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാൾ വന്ന് പരാതിപ്പെട്ടു, അബൂജഹൽ എനിക്ക് കൂലി തരുന്നില്ല. പുണ്യനബി അബൂജഹലിൻ്റെ അടുത്തേക്ക് വന്നു, അബൂജഹലിനോട് കൂലി കൊടുക്കാൻ പറഞ്ഞു. അബൂജഹൽ കൂലി കൊടുത്തു. അബൂജഹലിനോട് പിൽക്കാലത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദിനെ അനുസരിച്ചത്? അബൂജഹൽ പറയുകയാണ്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞപ്പോൾ മുഹമ്മദിൻ്റെ ഇരുവശങ്ങളിലും എന്നെ ഭയപ്പെടുത്തുന്ന അടയാളങ്ങൾ ഞാൻ കണ്ടു, എനിക്ക് അത് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിനിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ്. പുണ്യനബി വ്യക്തി ജീവിതത്തിൽ സ്വന്തമായി നേരിട്ട പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നുണ്ട് അല്ലേ? നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ആ സമയത്ത് പുണ്യനബി പ്രതികരിക്കുന്നില്ല. വ്യക്തിപരമായി തനിക്ക് നേരിട്ട പ്രയാസങ്ങളെ ഒക്കെ ക്ഷമിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെടുന്ന നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ പുണ്യനബി സന്നദ്ധത കാണിച്ചിരുന്നു എന്നത് അവിടുത്തെ നീതിനിഷ്ഠതയുടെയും അതേസമയം ക്ഷമയുടെയും ഉദാഹരണങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭ്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രസ്താവിച്ചു. പ്രത്യക്ഷത്തിൽ അത് ജൂതനെതിരായ വിധിയായിരുന്നു, ഒരു മോഷണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിൽ 10 ആയത്തുകൾ 105 മുതൽ 114 വരെയുള്ള 10 ആയത്തുകൾ കാലാന്ത്യം വരെ വിശ്വാസികൾ പാരായണം ചെയ്യുന്ന ദശവചനങ്ങൾ, ആ വചനങ്ങളിൽ ഈ ജൂതനായ വ്യക്തിയുടെ നിഷേധിക്കപ്പെട്ട നീതിയെക്കുറിച്ചായിരുന്നു പരാമർശം. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിധി തിരുത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇസ്ലാം നീതിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതാണ്. പ്രവാചക തിരുമേനി നീതിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതാണ്. ഈ സന്ദേശമാണ് അനുയായികൾ അനുവർത്തിച്ചതും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അറിയാമല്ലോ, ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഒരു കുതിരപ്പന്തയത്തിൽ വിജയിച്ച വ്യക്തിയുടെ കുതിര തൻ്റേതാണെന്ന് അവകാശപ്പെട്ട് വിജയം സ്വന്തമാക്കുകയും ചോദിക്കാൻ ചെന്നതിന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്ന് പരാതിപ്പെട്ടു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ യാത്ര ചെയ്ത് ഈജിപ്തിലേക്ക് വരികയാണ്. ആളെ അയക്കുകയല്ല, നേരിട്ട് പോവുകയാണ്. കാരണം എന്താ? ഗവർണർക്കെതിരെയാണ് നടപടി. ആളെ അയച്ചാൽ ഗവർണർക്കെതിരെ നടപടിക്ക് സാധ്യമല്ല, നേരിട്ട് പോകണം. യാത്ര ചെയ്ത് എത്ര ദൂരം യാത്ര ചെയ്യണമെന്ന് അറിയാമല്ലോ, മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു പോയി. അംർ ഇബ്നു ആസിനോട് ചോദിച്ചു, നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കുകയാണോ? ശകാരിച്ചു മകനെ മോശമായി വളർത്തിയതിന്. എന്നിട്ട് ഈ അടി കിട്ടിയ അന്യമതസ്ഥനായ നീതി നിഷേധിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പുണ്യനബി നിലകൊണ്ടു. പുണ്യനബിയുടെ സഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. നബിയുടെ തങ്ങളുടെ ആശയം ആവാഹിച്ച ആ സഹാബി വര്യൻ നിലകൊണ്ടു. എന്നിട്ട് അംർ ഇബ്നു ആസിയുടെ മകനെ ഈ വ്യക്തിയെ കൊണ്ട് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു പരസ്യമായി. ഇതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്ന നീതിബോധം. ഈ നീതി മൂലമാണ് ഇസ്ലാം 1300 വർഷവും ഭരണകൂടങ്ങളായി തന്നെ ലോകത്ത് നിലനിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ നീതിബോധം പോലെ മറ്റൊന്നാണ് അവിടുത്തെ ക്ഷമ. ഒട്ടകത്തിൻ്റെ കുടൽമാലയിട്ട സമയത്തെ ക്ഷമ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹുദൈബിയ കരാറിൻ്റെ സമയത്തെ പുണ്യനബിയുടെ ക്ഷമ. അല്ലെ, 10 വർഷത്തിന് യുദ്ധമുണ്ടാകില്ലെങ്കിൽ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ജനങ്ങളുടെ ജീവനും അവരുടെ ജീവിതവുമാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം എന്ന് പറഞ്ഞ് യുദ്ധമില്ലാ കരാറിന്, ഏകപക്ഷീയമായ ആ കരാറിന് പുണ്യനബി അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് സുഹൈൽ ബിൻ അംറിൻ്റെ മകൻ സംരക്ഷണത്തിനായി അഭയം യാചിച്ചുകൊണ്ട് വരുന്ന അബൂജന്തൽ, ശരീരത്തിൽ പീഡനത്തിൻ്റെ മുറിപ്പാടുകളുമായി വരുന്ന അബൂജന്തൽ അഭയം യാചിച്ചിട്ട് അത് നൽകാൻ കഴിയാതെ വരുന്ന ആ അവസ്ഥയെയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കുന്നത് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു പാഠമാണ്. അതുപോലെ തന്നെ അവിടുത്തെ വിനയം. റോമാ പേർഷ്യൻ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ വലിയ സുഖാഡംബരങ്ങളിൽ ജീവിച്ചപ്പോൾ
മദീന അടിസ്ഥാനമാക്കി ഇസ്ലാമിക സമൂഹത്തിൻ്റെ രാജാവ് കൂടിയായ മുഹമ്മദ് നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടുത്തെ നടത്തത്തെക്കുറിച്ച് അനുയായികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കുന്നിറങ്ങി വരുന്നത് പോലെയുള്ള നടത്തം, നാട്യങ്ങളില്ല, അലങ്കാരങ്ങളില്ല, ഫാബ്രിക്കേഷൻസ് ഇല്ല, മാനിപ്പുലേഷൻസ് ഇല്ല, ഉപജാപ സംഘങ്ങൾ കൂടെയില്ല. കുന്നിറങ്ങി വരുന്നത് പോലെയുള്ള നടത്തം, വിനയത്തിലൂടെയുള്ള നടത്തം. അല്ലദീന യംശൂന അലൽ അർളി ഹൗന. അതുമാത്രമോ, വസ്ത്രധാരണം കൊണ്ട് പുണ്യനബിയെ തിരിച്ചറിയുക പോലും സാധ്യമല്ല. ആളുകൾ വന്ന് ചോദിക്കുമായിരുന്നു, എവിടെ മുഹമ്മദ്? ആരാണ് മുഹമ്മദ്? ഇക്കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ഒരു കൂട്ടത്തിൽ പുണ്യനബി ഇരിക്കുമ്പോഴും പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് ചോദിക്കണമായിരുന്നു. നമുക്കോ നമ്മുടെ ഒരു നേതാവിനെ കണ്ടാലറിയാം. അത് മോശമല്ല. പുണ്യനബിയുടേത് അസാമാന്യമായ ഒരു ലാളിത്യമാണ്. അത് അനുകരിക്കുക നമുക്ക് അസാധ്യവുമാണ് പലപ്പോഴും. ഒരിക്കൽ നമ്മൾ തന്നെ മുൻപ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ വിറകു ശേഖരിക്കാൻ പോയിക്കൊള്ളാം എന്ന് അനുയായികളോട് പറഞ്ഞ സംഭവം. കാരണം എന്താ? നിങ്ങളൊക്കെ ഓരോ ജോലി ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? ഞാൻ നിങ്ങളെക്കാൾ മികച്ച ആളാണെന്നല്ലേ? അങ്ങനെ തോന്നുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല കേട്ടോ എന്ന് പഠിപ്പിക്കുകയാണ് പുണ്യനബി. ഖന്തഖ് യുദ്ധവേളയിൽ അവിടെ നിന്ന് തന്നെ കിടങ്ങ് കയറാൻ വേണ്ടി അവരെക്കാൾ കൂടുതൽ വിശപ്പ് സഹിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് അവിടുത്തെ വിനയമാണ്, അവിടുത്തെ മാന്യത. ത്വായിഫുകാർ തൻ്റെ പ്രബോധനം മക്കക്കാർ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി ബന്ധുക്കാർ കൂടിയായ ത്വായിഫിലേക്ക് പോയി. അവിടെ നിന്ന് പരിഹാസം. ചെറിയ കുട്ടികളെ കൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് കാലിൽ നിന്ന് ചോര വന്നിട്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു വരുന്നത്. ആ സമയത്ത് ജിബ്രീൽ വന്ന് ചോദിക്കുന്നുണ്ട്, ആ പർവ്വതം അവർക്കുമേൽ മറിച്ച് അവരെ ശിക്ഷിക്കാൻ അങ്ങ് പ്രാർത്ഥിച്ചാൽ, അങ്ങ് ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ സമ്മതമുണ്ടെന്ന്. ആ സമയത്ത് പുണ്യനബിയുടെ മറുപടി, അത് വേണ്ട, അവരുടെ അടുത്ത തലമുറയെങ്കിലും വിശ്വാസം സ്വീകരിക്കുകയാണെങ്കിൽ അതല്ലേ ഗുണകരം എന്ന് പറഞ്ഞ് അസാമാന്യമായ വിട്ടുവീഴ്ച. എങ്ങനെയാണിതൊരു മനുഷ്യന് സാധ്യമാകുക? ഇത് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട രംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ട സമയമല്ല, അത് പലായനം ചെയ്ത ഘട്ടവുമല്ല, അത് ഹുദൈബിയ സന്ധിയുടെ ഘട്ടവുമല്ല, മറിച്ച് ത്വായിഫിൽ നിന്ന് ഈ പരിഹാസമേറ്റപ്പോഴാണ്. അള്ളാഹുവിൻ്റെ സന്ദേശത്തെ പ്രബോധനം ചെയ്യാൻ പോയിട്ട് എനിക്കിങ്ങനെ പരിഹാസമേൽക്കേണ്ടി വന്നല്ലോ എന്നതാണ് അവിടുത്തെ വേദന. അത് വ്യക്തിപരമായി വന്ന ഇമേജിനേറ്റ കോട്ടവുമല്ല അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചത്, മറിച്ച് അള്ളാഹു എൻ്റെ ഈ പ്രവൃത്തിയിൽ അതൃപ്തനാകുമോ എന്ന ആശങ്കയാണ്. അള്ളാഹുവേ, നിനക്ക് എന്നിൽ ഇപ്പോഴും തൃപ്തനാണ് നീയെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പുണ്യനബി പിന്നീട് പ്രാർത്ഥനയിൽ പറയുന്നുമുണ്ടല്ലോ. പിന്നെ മക്ക വിജയം സംഭവിക്കുന്നു. മക്ക വിജയ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സഹാബത്തല്ല കൂടി നിൽക്കുന്ന മക്കക്കാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്നെ പീഡിപ്പിച്ച, എൻ്റെ അനുയായികളെ വധിച്ച, പലായനം ചെയ്യേണ്ടി വന്ന, പിന്നീട് ഉംറ ചെയ്യാൻ വന്നിട്ട് പോലും ആദ്യഘട്ടത്തിൽ അനുവദിക്കാതിരുന്ന, പലതവണ യുദ്ധം ചെയ്ത് ഞങ്ങളെ സഹായിച്ച അൻസാരികളായ മദീനക്കാരെ വരെ കൊന്നുകളഞ്ഞ നിങ്ങളോട് ഞാൻ എന്തു പ്രതികാരം ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ പറഞ്ഞത്, അൻത അഖുൻ കരീം ഇബ്നു അഖിൻ കരീം, നീ മാന്യനായ സഹോദരനാണ്, നിൻ്റെ പിതാവും മാന്യനായിരുന്നുവല്ലോ, അതുകൊണ്ട് മാന്യമായ രീതിയിൽ നീ ഞങ്ങളോട് പ്രതികരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്. ഇതുപോലെ മാന്യനായ പിതാവിൻ്റെ മാന്യനായ ഒരു മകൻ തൻ്റെ സഹോദരങ്ങളോട് മാന്യമായി പറഞ്ഞൊരു മറുപടിയാണ്. ഏതാണ് ആ സഹോദരൻ? അത് യാക്കൂബ് നബി എന്ന പിതാവിൻ്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നോട് ക്രൂരത ചെയ്ത തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ അതേ മറുപടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം അൻതും മുത്തലഖാ. നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്, ആരെയും അടിമയാക്കുന്നില്ല, നിങ്ങളാരെയും വധിക്കുകയും ചെയ്യുന്നില്ല. അൻതും മുത്തലഖാ, നിങ്ങൾ സ്വതന്ത്രരാണ്, ഇന്ന് ആരോടും പ്രതികാരമില്ല. ഇത് ഹാദാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ് എന്ന് മക്ക വിജയവേളയിൽ പുണ്യനബിക്ക് മാത്രമേ പറയാൻ കഴിയൂ. രക്തരഹിതമായി മക്ക കീഴടങ്ങുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ നിമിഷമാണത്. ഹിജറ പോകുന്ന സമയത്ത്, ശത്രുക്കൾ വധിക്കാൻ വന്ന രാത്രിയാണ് ഹിജറ പോകുന്നത്. ആ സമയത്ത് ശത്രുക്കളിൽപ്പെട്ടവരും തന്നെ ഏൽപ്പിച്ച സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പുണ്യനബി ആളെ ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ അസാമാന്യമായ മാന്യത, വിട്ടുവീഴ്ച, ക്ഷമ, നീതിബോധം, ധൈര്യം, അല്ലേ? അബൂജഹലിൻ്റെ അടുത്ത് സിംഹഗർജനം നടത്തുന്നു. നീതിബോധത്തിൻ്റെ തീവ്രമായ പ്രകടനം, ഇതെല്ലാം സമ്മേളിച്ച ഒരു വ്യക്തിത്വം അള്ളാഹുവിൻ്റെ ദൂതരാകാതെ തരമില്ലെന്ന ബോധ്യം ഏത് നിഷ്പക്ഷ ചരിത്ര വായനക്കാരനും ഉണ്ടാകുന്നതാണ്.